Hi, welcome back to new session. Today, I'm going to explain global variable and the local variable. What is local variable and what is global variable? How they can declare it? Where we can declare it? What's the advantages and disadvantages of these variables? First, we have to discuss about local variable. Local variables are variables which are declared or defined within the declaration part of the function block. That is a function body. These variables have local scope to that function only in which they are declared. They cannot be accessed outside the function. Local variables are the variables which are declared or defined within the declaration part of the function body, otherwise function block. These variables cannot be accessed outside the function. അതായത് നമ്മുടെ ഫംഗ്ഷനകത്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ബ്ലോക്ക്, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ എവിടാണോ നമ്മൾ എഴുതുന്നത് അതിനകത്ത് ഡിക്ലെയർ ചെയ്യുന്ന വേരിയബിൾസിനെയാണ് നമ്മൾ ലോക്കൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. സീ ദ എക്സാമ്പിൾ സം ഓഫ് ടു നമ്പർ. അതിൽ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ്റെ ബോഡി, അതായത് ഫംഗ്ഷൻ ഡെഫിനിഷൻ നോക്കുക. അതിനകത്ത് ഇൻറ്റ് എ കോമ ബി കോമ സി, ദാറ്റ് ഈസ് എ ലോക്കൽ വേരിയബിൾ. ഈ മൂന്ന് വേരിയബിൾസിൻ്റെയും ആയസ് എന്ന് പറയുന്നത്, അതായത് അതിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ഈ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ആക്റ്റീവ് ആകുന്നതും എപ്പോഴാണോ സം എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് മാത്രമേ ഈ വേരിയബിൾ ആക്റ്റീവ് ആവുള്ളൂ. ആ സമയത്ത് മാത്രമേ ഈ വേരിയബിളിന് ലൈഫും ഉള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് ഈ എയും ബിയെയും സിയെയും മെയിനകത്ത് വിളിക്കാൻ പറ്റില്ല. That is called local variable. So, what global variable? Global variables are defined outside the subroutine or function. അതായത് ഫംഗ്ഷന് പുറത്തായിട്ട് ഡിക്ലെയർ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഗ്ലോബൽ വേരിയബിൾസ് എന്ന് പറയുന്നത്. The global variable will hold its value throughout the lifetime of a program. നമ്മൾ ഏതെങ്കിലും ഒരു വേരിയബിൾ ഗ്ലോബൽ ആയിട്ട് ഡിക്ലെയർ ചെയ്താൽ അതിന് ഏതെങ്കിലും വാല്യൂ നമ്മൾ ഇനിഷ്യലൈസ് ചെയ്ത് കൊടുത്താൽ അല്ലെങ്കിൽ അതിനകത്ത് വാല്യൂ നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ വാല്യൂ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം ഹോൾഡ് ചെയ്യും. ദെൻ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് they can be accessed within any function defined for the program. നമ്മുടെ പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഗ്ലോബൽ വേരിയബിൾസിനെ വിളിക്കാം. കാര്യം ആക്സസിബിൾ ആയിരിക്കും. പക്ഷെ ലോക്കൽ വേരിയബിൾ അങ്ങനെയല്ല. ലോക്കൽ വേരിയബിൾ ഓൺലി വി ക്യാൻ ആക്സസ് ഇൻസൈഡ് ദ ഫംഗ്ഷൻ ബോഡി. ഫംഗ്ഷൻ ബോഡിക്കകത്ത് മാത്രമേ പറ്റുള്ളൂ. സീ ദ എക്സാമ്പിൾ ഹിയർ. അതുപോലെ തന്നെ ഗ്ലോബൽ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എപ്പോഴും മെയിൻ ഓഫിന് പുറത്തായിട്ടാണ്. മെയിനിന് പുറത്തായിട്ട് നമ്മൾ ഗ്ലോബൽ വേരിയബിൾ, ദറ്റ് ഈസ് ഇൻറ്റ് എ ഈസ് ഈക്വൽ ടു 10 ആൻഡ് ബി ഈസ് ഈക്വൽ ടു 5, ദറ്റ് ഈസ് എ ഗ്ലോബൽ വേരിയബിൾ. So these two variables a and b we can access inside the main of function, and also we can access inside the function. See that c is equal to a plus b. Our function is function with no arguments and return value. That's a category, this program. ഫംഗ്ഷൻ അകത്തോട്ട് നമ്മൾ ഒരു പാരാമീറ്ററിനെയും പാസ് ചെയ്തിട്ടില്ല. പക്ഷെ നമ്മൾ നോക്കുക, സബ് ഫംഗ്ഷൻ ബോഡിക്കകത്ത് വന്നു നിന്നുകൊണ്ട് എയും ബിയും നമ്മൾ കോൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എയും ബിയും ലോക്കൽ വേരിയബിൾ അല്ല, അത് ഗ്ലോബൽ വേരിയബിൾ ആണ്. അതുകൊണ്ട് നമുക്ക് ഫംഗ്ഷൻ ത്രൂ ഔട്ട് ദി പ്രോഗ്രാം, പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഗ്ലോബൽ വേരിയബിളിനെ വിളിക്കാം. സോ ഡു യു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗ്ലോബൽ വേരിയബിൾ ആൻഡ് ലോക്കൽ വേരിയബിൾ? Local variable only we can access inside the function body, but the global variable we can access throughout the entire program. പ്രോഗ്രാമിൻ്റെ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, അതിനെ വിളിക്കാൻ സാധിക്കും. ഓക്കെ.
Next, we can discuss about the difference between local and global. See the table. First column represent the parameter, second column local variable, and third column global variable. What are the parameters of a local and global variable? First one, scope of this variable. In local, it is declaration inside the function. Where we can declare. It is declared inside the function. Global is it is declared outside the function. That is the scope. What is the value? If it is not initialized, a garbage value is stored. Local variable ആണെങ്കിൽ നമ്മൾ അതിനകത്ത് ഇനിഷ്യലൈസ് ചെയ്തില്ല എങ്കിൽ അതിനകത്ത് garbage value ഉണ്ടാവും. Global variable ആണെങ്കിൽ if it is not initialized 0 is stored as default. Default ആയിട്ട് 0 ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുന്നത്. Then lifetime. What is the lifetime of local variable? It is created when the function start execution and lost when the function terminate. ഞാൻ മുമ്പേ പറഞ്ഞതാണ് ലോക്കൽ വേരിയബിളിന്റെ ലൈഫ് എന്ന് പറയുന്നത് ആ ഫംഗ്ഷൻ എക്സിക്യൂഷൻ അല്ലെങ്കിൽ എപ്പോഴാണോ ഇൻവോക്ക് ആകുന്നത് എപ്പോഴാണോ അത് ടെർമിനേറ്റ് ചെയ്യുന്നത് ആ പീരീഡിനകത്ത് മാത്രമേ അതിന്റെ ലൈഫ് ഉണ്ടാവുള്ളൂ. But in global, it is created before the program's global execution starts and lost when the program terminate. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഗ്ലോബൽ വേരിയബിളിന് ലൈഫ് തുടങ്ങും. എപ്പോഴാണോ പ്രോഗ്രാം ടെർമിനേറ്റ് ചെയ്യുന്നത് അതുവരെയും നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗ്ലോബൽ വേരിയബിളിനെ ആക്സസ് ചെയ്യാം. അത്രയും ടൈം നമുക്കുണ്ടാവും. Data sharing is not possible as data of the local variable can be accessed by only one function. ലോക്കൽ വേരിയബിളിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റയെ നമുക്ക് ഇങ്ങോട്ട് ഷെയർ ചെയ്യാൻ പറ്റില്ല. അത് ആ ഫംഗ്ഷനകത്ത് മാത്രമേ ഷെയർ ചെയ്യാൻ പറ്റൂ. പക്ഷെ ഗ്ലോബൽ വേരിയബിൾ ആണെങ്കിലോ data sharing is possible as multiple functions can access the same global variable. നമ്മൾ നേരത്തെ കണ്ട എയും ബിയും നമുക്ക് ഒന്നിൽ കൂടുതൽ ഫംഗ്ഷന് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഒന്നിൽ കൂടുതൽ ഫംഗ്ഷൻസിനെ ആക്സസ് ചെയ്യാൻ സാധിക്കും. Then parameters. Parameters passing is required for local variables to access the value in other functions. Parameters passing is required for local variables to access the value in other functions. In global, parameter passing is not necessary for a global variable as it is visible throughout the program. Parameter ലോക്കലിനകത്താണെങ്കിൽ നമ്മൾ പാസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ലോക്കൽ നമുക്ക് മെയിനകത്ത് നിന്ന് പാസ് ചെയ്ത് കൊടുക്കുന്ന പാരാമീറ്റേഴ്സിനെ നമുക്ക് ഫംഗ്ഷനകത്ത് ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഗ്ലോബൽ ആണെങ്കിലോ നമുക്ക് പാസ് ചെയ്യാതെ തന്നെ, അതായത് പാരാമീറ്ററായിട്ട് പാസ് ചെയ്യാതെ തന്നെ ഗ്ലോബൽ വേരിയബിൾസിനെ ആക്സസ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മൾ പ്രീവിയസ് എക്സാമ്പിൾ ശ്രദ്ധിച്ചാൽ മതി. എയും ബിയും നമ്മൾ പാരാമീറ്ററായിട്ടല്ല പാസ് ചെയ്തത്, പക്ഷേ ഗ്ലോബൽ വേരിയബിൾ ആയതുകൊണ്ട് ഡയറക്റ്റ്ലി വി ക്യാൻ എന്ത് ചെയ്യാം, അതിനെ ആക്സസ് ചെയ്യാൻ സാധിച്ചു. അത് വിസിബിൾ ആണ് ആ പ്രോഗ്രാമിൽ. മോഡിഫിക്കേഷൻ ഓഫ് വേരിയബിൾ വാല്യൂ. ലോക്കൽ വേരിയബിൾസ് ആണ്. When the value of the local variable is modified in one function, the change are not visible in another function. ലോക്കൽ വേരിയബിൾസിനെ നമ്മൾ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് എവിടാണോ ആ ലോക്കൽ വേരിയബിൾ ഇരിക്കുന്നത് അവിടെ മാത്രമേ എഫക്റ്റ് ആവൂ, അല്ലാതെ മറ്റ് ഫങ്ഷൻസിനൊന്നും അത് എഫക്റ്റ് ആവില്ല. But in global variable, when the value of the global variable is modified in one function, changes are visible in the rest of the program. When the value of the global variable is modified in one function, changes are visible in the rest of the program. നമുക്ക് ഗ്ലോബൽ വേരിയബിൾസിനെ എവിടെയെങ്കിലും മോഡിഫൈ ചെയ്താൽ that will reflect throughout the entire program. എവിടെ ചേഞ്ച് വരുത്തുന്നോ അതെല്ലായിടവും വിസിബിൾ ആയിരിക്കും.
Local variable can be accessed with the help of statements inside a function which they are declared. നമുക്ക് ലോക്കൽ വേരിയബിളിനെ ആക്സസ് ചെയ്യണമെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അത് ഇൻസൈഡ് ലോക്കൽ ഫംഗ്ഷൻ ബോഡിക്കകത്ത് ഡിക്ലെയർ ചെയ്തിരിക്കണം. ബട്ട് ഇൻ ഗ്ലോബൽ you can access global variable by any statement in the program. എവിടെ വെച്ച് വേണമെങ്കിലും നമുക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. then ലോക്കൽ വേരിയബിൾ ആണെങ്കിൽ അത് മെമ്മറിയുടെ സ്റ്റോറേജ് എന്ന് പറയുന്നത് സ്റ്റാക്കിലായിരിക്കും, അല്ലെങ്കിൽ അത് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. ഗ്ലോബൽ ആണെങ്കിൽ ഇറ്റ് ഈസ് സ്റ്റോർഡ് ഓൺ എ ഫിക്സഡ് ലൊക്കേഷൻ ഡിസൈഡഡ് ബൈ ദ കമ്പൈലർ. കമ്പൈലർ അത് ഫിക്സഡ് ലൊക്കേഷനിലായിരിക്കും അത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, I hope that all of you understand the difference between local variable and global variable. Thank you.